ശാലിമി. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പോത്തങ്കോടാണ്. ഹസ്ബൻഡിന് പണി കൊടുക്കാൻ വേണ്ടി ഇന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഷെബിത ചേച്ചിയാണ്. ഷെബിത ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒന്നും അറിയാതെ മൊത്തത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ പേര് പറയൂ. അസീഫ് ഖാൻ. അസീഫ് ഖാൻ. ഓക്കെ, അസീഫ് ഏട്ടാ. അപ്പോൾ ഞങ്ങളെ മൊത്തത്തിൽ കണ്ടിട്ട് ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലെന്ന് പറയല്ലേ? ഓക്കെ, മൊത്തത്തിൽ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ആള്. അപ്പൊ എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ ഇയാളാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ചേച്ചി വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ബാക്കി കാര്യം ചേച്ചി ഒന്ന് പറയാമോ, എന്തിനാ ഞങ്ങൾ വന്നതെന്ന്? ഒരു പണി തരാൻ വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. ചെറിയൊരു പണി തരാൻ വേണ്ടി ചേച്ചിക്ക് ഒരു ആഗ്രഹം, ചേട്ടനിട്ടൊരു ചെറിയ പണി തരണം, അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചതാ. അപ്പൊ ഷെബിത ചേച്ചി, ബിഫോർ ദാറ്റ് എനിക്ക് ചേച്ചിയുടെ ഒരു ഡീറ്റെയിൽ ഒക്കെ പറയാം. ചേച്ചി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വേറെ ആരൊക്കെയുണ്ട് ചേച്ചി? അമ്മയുണ്ട്, മകനുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 4 പേര്. ഓക്കെ, മകന്റെ പേരെന്താ? അജ്മൽ. അജ്മൽ. ഓക്കെ, എന്താ ചെയ്യുന്ന മോൻ? MBA പഠിക്കും. ഓക്കെ, അമ്മ ഹസ്ബൻഡിന്റെ അമ്മയാണോ? ഓക്കെ ഓക്കെ, എന്താ പേര് അമ്മയുടെ? സുബൈദ ബീവി. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. അപ്പൊ ചേട്ടൻ പൊതുവെ എങ്ങനെ ഇവിടെ എന്തൊക്കെ ജോലി ചേട്ടൻ ചെയ്യും വീട്ടില്? പറ ചേച്ചി, പറ. ഞാൻ അവിടെ എന്തൊക്കെയോ ആലോചിക്കുന്നത്. ചേച്ചി പറ, എന്തൊക്കെ ചെയ്യും ചേച്ചി ഇവിടെ? ഇവിടെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സഹായിക്കും. ചെറുതായിട്ട് അല്ലാതെ കുക്കിങ്ങിനൊന്നും ഒന്നും സഹായിക്കത്തില്ല. എല്ലാ ജോലിയും ചേച്ചി തന്നെ ചെയ്യുന്നത്. നമുക്ക് ആ ഏരിയയിലേക്ക് കടന്നാലോ? ഓക്കെ, കിടക്കാം. എന്താ അപ്പൊ കൊടുക്കുക? അപ്പവും തേങ്ങാപ്പാലും. അല്ല, അപ്പത്തിന് മാവുണ്ടോ? ഉണ്ട്, മാവുണ്ട്. അപ്പൊ ആ ഏരിയ എളുപ്പമായി. അപ്പൊ ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ, തേങ്ങാപ്പാലോ? തേങ്ങാപ്പാല്, തേങ്ങ തിരുവി എടുത്ത് പാലുണ്ടാക്കണം. അത് നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ പാത്രമൊക്കെ എവിടെ ഇരിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഒന്നും അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ ധൈര്യമായിട്ട് പോലെ അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റ് ചോദിച്ചോ എന്തൊക്കെ വേണം എന്ന്. അടുക്കളയിലിരിക്കുന്ന പാത്രമല്ലേ, ഒരു കുറച്ച് ദൂരം ഏരിയയിലേ ഉള്ളൂ. നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ ചേച്ചി ഇവിടെ ഇരിക്കും. ചേട്ടൻ ഒരു എത്ര അപ്പം ചുടണം? നമ്മൾ 4 പേരില്ലേ ഇവിടെ? നമ്മളില്ല, ഞാൻ കൂട്ടണ്ട, 4 പേരും. അപ്പൊ 4 അപ്പം ചുടണം. 4 പേർക്കുള്ള തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ചേച്ചി ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തോളൂ. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയിട്ട് എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് തേങ്ങാപ്പാലും അപ്പവുമായി ഇവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അടുക്കളയിലെത്തി. അവിടുന്ന് ഭയങ്കര കോൺഫിഡൻസ് വന്നേരല്ലോ. അപ്പം ചുടണം. അപ്പത്തിന് മാവ് കണ്ടുപിടിക്കണം. അത് ഇവിടെ തന്നെ ഇരിപ്പുണ്ടോ? ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചട്ടി ഇപ്പൊ റെഡിയാക്കി തരും. ഞാൻ ഇപ്പൊ റെഡിയാക്കി തരും. താഴെ എങ്ങാണുമായിരിക്കും ചേട്ടാ, കാരണം മുകളിൽ പൊടികൾ സാധനങ്ങളൊക്കെ. അപ്പച്ചട്ടി അടപ്പും എല്ലാം കറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അതൊന്ന് അപ്പം ഉണ്ടാക്കാം. അതിന് ശേഷം നീങ്ങാം. ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ? പുട്ട്. ഐ ലൈക്ക് പുട്ട്. അപ്പം ചട്ടി ചൂടായി, അതിലേക്ക് എണ്ണ തടവുന്നു. പള്ളി ഇതെങ്ങനെ എടുക്കണത്? അതായില്ല, കുറച്ചും കൂടെ വേവാനായിട്ട്. ഈ ഒരു ഏരിയ മാവ് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണോ തരണത്? ഇപ്പൊ മനസ്സിലായല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അല്ലേ തരുന്നതെന്ന്. ഫസ്റ്റ് ഏകദേശം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മറ്റേ പരന്ന പോലത്തെ ഒരു വുഡൻ സ്പൂൺ. അതുണ്ട്, അവിടെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ച് എടുക്കാൻ എളുപ്പമായിരുന്നു. ചേട്ടാ അടച്ചു വെച്ചില്ലല്ലോ? ഉപ്പിട്ടില്ല ചേട്ടാ. ഉപ്പിട്ടില്ല. ഞാൻ അതിലും വണ്ടിയാ കൂടെ നിന്നത്. അടച്ചു വെക്കാൻ ഞാനും ഓർമ്മിപ്പിച്ചില്ല. അടച്ചു വെക്കുന്ന പാത്രമൊക്കെ അടച്ചു വെക്കുന്ന പാത്രം എല്ലാം എടുത്ത്. പക്ഷെ ഞങ്ങൾ 2 മറന്നുപോയത് അടച്ചു വെക്കാൻ.
ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഉപ്പിട്ടത്. ഇനി മൂന്നാമത്തെ അപ്പത്തിനായിരിക്കും അത് അടച്ചു വെച്ചുണ്ടാക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ തീരുമാനം. അല്ലെങ്കിൽ പുള്ളിക്കാരത്ത് ഇങ്ങനെ നിങ്ങളെ സൂര്യ കോമഡി ആളാണ്. ആണല്ലേ? അപ്പോൾ അതിലിങ്ങനെ കണ്ട് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കണ്ടപ്പോൾ നമ്മളെ ഓർത്ത് വിളിച്ചത്. അതെ അതെ. മൂന്നാമത്തതാണ് നമ്മളിപ്പോൾ അപ്പം ചുടുന്നത്. പക്ഷെ മൂന്നാമത്തെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടിനും ടെക്നിക്ക് പിടികിട്ടിയത്. അടച്ചു വെക്കണമായിരുന്നു, ഉപ്പിടണമായിരുന്നു. ഇങ്ങനത്തെ അപ്പം അല്ല പുള്ളിക്കാരത്തി ചുട്ടു തരുന്നത്. നല്ല ഭംഗിയുള്ള മുരിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള. അതെ അതെ അതെ. ഇത് മാവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ചേട്ടാ നമ്മൾ ലാസ്റ്റ് അപ്പമാണ് ചുടാൻ പോകുന്നത്. 3 എണ്ണം ചുട്ടു, ഇനി ഒരെണ്ണം കൂടെ. ലാസ്റ്റ് അപ്പമാണ്. ഇനി നമ്മൾ അടുത്തത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഐഡിയ ഉണ്ടോ എവിടെയൊക്കെ എന്തൊക്കെയാന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ? നോക്കാം, കണ്ടുപിടിക്കാം അല്ലേ? ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് നോക്കുമല്ലേ ആയാന്ന്. ഓക്കെ, അപ്പൊ നമ്മളുടെ നാലാമത്തെ അപ്പം. പക്ഷെ ഇന്നലെ എനിക്കൊരു സൂചന തന്നിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്ത് പഠിച്ചേനെ. പ്രാക്ടീസ് ചെയ്തേനെ. ഇന്ന് രാത്രി ഇരുന്നല്ലേ അപ്പം ഉണ്ടാക്കി. അപ്പൊ എനിവേസ് എന്തായാലും നമ്മൾ നാലാമത്തെ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അപ്പം ഏകദേശം ഫിനിഷായി. ഇനി നെക്സ്റ്റ് തേങ്ങാപ്പാലാണ്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് നിൽക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ തേങ്ങ പൊതിക്കലാണ്. കാരണം തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. ചേട്ടാ തേങ്ങ പൊതിക്കാം. സാധാരണ ചേട്ടൻ തേങ്ങ പൊതിക്കാറുണ്ടോ ഇവിടെ? ഇടയ്ക്ക് 2-3 കൊല്ലത്തിന് മുമ്പ് പൊതിച്ചിട്ടുണ്ടോ? 2-3 കൊല്ലത്തിന് മുമ്പ്. അപ്പൊ നമുക്ക് അതൊന്ന് പൊടി തട്ടി എടുക്കാം, എങ്ങനെയാണ് തേങ്ങ പൊതിക്കുക എന്നുള്ളത്. ചേട്ടനുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്ത് ടാസ്ക് ഏൽപ്പിച്ചാലും ചേട്ടൻ വേഗം വേഗം എല്ലാം ഫിനിഷ് ചെയ്യുന്നുണ്ട്. വേഗം 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 സ്പീഡ് എടുത്ത് അപ്പൊ ഒക്കെ ടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചുട്ട് തീർന്നത്. അപ്പൊ ഇവിടെ തേങ്ങ പൊതിക്കുന്ന ടാസ്കും ചേച്ചി തന്നെയാണല്ലേ സ്ഥിരം പണി വരുന്നത്? എന്തോ ഇതൊന്നും ഞാൻ നോക്കാറില്ല. ആഹാ. തേങ്ങ ആയല്ലോ. സോ അതാ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോവാം. കമോൺ ചേട്ടാ, നമ്മുടെ തേങ്ങ പൊതിക്കൽ ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. തിരികണം, നമ്മളങ്ങനെ പറയുന്നത്. വെട്ടുകത്തി എടുക്കണം. ചെരവതാ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഫൈൻഡ് ചെയ്തു. ഓക്കേ, വെട്ടുകത്തി എടുത്തു. ഓക്കേ, പിടിക്കണം. തേങ്ങ തിരകുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നേ? ഒരു മുറിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. തേങ്ങ തിരകുക എന്നാണോ? എന്താ പറയുന്നേ? തേങ്ങ തിരുവുന്നു. ഓക്കെ. തീരാറായോ ചേട്ടാ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കേ, വേഗം ഫിനിഷ് ചെയ്തു കേട്ടോ ചേട്ടാ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ചേട്ടന് കുക്കിംഗ് അറിയായികയൊന്നുമില്ല. ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒന്ന് അടവെടുത്തിരിക്കുകയാണ്. കാരണം കുറച്ച് പണികൾ ചേച്ചി അല്ലെങ്കിൽ ഏൽപ്പിക്കും എന്നുള്ളത്. ഇനിയിപ്പോ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. കൈ കൊണ്ട് പിഴിയാൻ പറ്റൂലേ? കൈ കൊണ്ട് പിഴിയാനാണോ നോക്കുന്നത്? കുറച്ച് അല്ല, മിക്സിയൊക്കെ കഴിഞ്ഞ് ഓണാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കൂലേ? കൈ കൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സക്സസ് ആവുമെന്ന് നോക്കാം. ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നോട്ടെ. അരിപ്പ ഒന്ന് പൊക്കി പിടിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ആ പിഴിയുന്നതും എല്ലാം കൂടെ ഒന്നിച്ച് ആ ബൗളിനകത്തോട്ട് വീഴുക. അങ്ങനെ തന്നെ വീഴുന്നത്. ഇപ്പൊ ശരിയല്ലേ? ഓൾമോസ്റ്റ് കഴിഞ്ഞ ചേട്ടാ.
നമ്മൾ ഒരു ഗ്ലാസ് അത് ഒന്നും കൂടെ ഒരു സ്റ്റേജും കൂടെ നമുക്ക് ഈ അരിപ്പയ്ക്കകത്തൊന്ന് അരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് പഞ്ചസാര ഇടണോ? എങ്ങനെ തേങ്ങാപ്പാൽ എങ്ങനെ? അല്പം പഞ്ചസാര ഇട്ടാ കൊള്ളാം. പഞ്ചസാര ഞാൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എങ്ങനെ പൊതുവെ മധുരം കൂടുതൽ ഉപയോഗിക്കുന്നതാണോ? വല്ല ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓ, അതിന് പകരം ആഡ് ചെയ്യാം. മറ്റേ സീഡ്, ബ്ലാക്ക് സീഡ് എന്തെങ്കിലുമൊക്കെ. അല്ല, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മധുരം കിട്ടുമോ? ഇല്ല, നമുക്ക് അപ്പൊ ഇതിനോട് ചവച്ച് കഴിക്കാം. ഓ, സോ ചേട്ടാ, ഫൈനലി ഞങ്ങളുടെ 4 അപ്പം, ഞങ്ങളുടെ അല്ല ചേട്ടൻ ഉണ്ടാക്കിയ 4 അപ്പം ആൻഡ് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ചേച്ചിയെ കൊണ്ടുപോയി കൊടുത്ത് ഞെട്ടിക്കാം. അടിപൊളി. ഓക്കെ. അപ്പോൾ റെഡി, തേങ്ങാപ്പാൽ റെഡി. ചേച്ചി ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞല്ലോ, ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അത് വെറുതെയാ. അത്യാവശ്യം നന്നായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നല്ല സ്പീഡിലെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്ക്. കുഴപ്പമില്ല. ഇനി ചേച്ചി ആ ഏറ്റവും അടിയിലിരിക്കുന്ന ഏറ്റവും അടിയിലുള്ള ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തേ. ഉപ്പില്ലാത്തത് അത് മാത്രം ഉപ്പില്ല. കാരണം എന്താ പറയുക, 2 എണ്ണം അപ്പം നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടാണ് ചേട്ടന് ബോധം വന്നത്, അയ്യോ നമ്മൾ ഉപ്പിട്ടില്ല, പിന്നെ അടച്ചും വെച്ചിട്ടില്ലായിരുന്നു. 3ാമത്തെ തൊട്ടാണ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചത്. ദോശ പോലെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ചേട്ടൻ ടേസ്റ്റ് ചെയ്തില്ലല്ലോ, കഴിച്ചു നോക്ക്. ചേട്ടൻ ഉണ്ടാക്കിയത് ചേട്ടൻ തന്നെ ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കണ സാധനം കഴിക്കാൻ നോക്കില്ല എന്നൊക്കെ പലരും പറയുന്നത് കഴിക്കാൻ തോന്നുന്നില്ല. തേങ്ങാപ്പാൽ ടേസ്റ്റ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോ ഉപ്പിടാത്തതൊന്ന് കഴിച്ചു നോക്കണം. ചേട്ടൻ ഉണ്ടാക്കിയോണ്ടായിരിക്കും ഭയങ്കര ആവേശം. ഉപ്പിടാത്തതും ഉപ്പിട്ടതും ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, കൊള്ളില്ല. ഉപ്പിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇത്രയും പ്രാധാന്യം ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഉണ്ടാക്കി പഠിച്ച് വരുമെന്ന് പറഞ്ഞല്ലോ, ഒരു 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ടെക്നിക്ക് പിടികിട്ടിയ ആൾക്ക്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ കുറച്ചും കൂടെ ഞാനൊരു ഹാപ്പി എലമെന്റ് അങ്ങോട്ട് ആഡ് ചെയ്യട്ടെ. അതായത് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ തരട്ടെ. അതിൽ സന്തോഷമല്ലേ? പക്ഷേ ഒരു ചെറിയ ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ ടാസ്ക് തന്നിട്ടാണല്ലോ ഇവിടം വരെ എത്തിയത്. അപ്പൊ ഗിഫ്റ്റ് എനിക്ക് ഇങ്ങനെ വെറുതെ എടുത്തു തരാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് അതിനകത്തൊരു ത്രില്ലില്ല. അപ്പൊ കുറച്ച് ത്രില്ല് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനും ചേച്ചിയായിട്ട് ഇനി ഒരു ഗെയിം സെഷൻ. അപ്പൊ നമ്മൾ 2 കൂടെ ഉള്ള ഒരു ഗെയിം സെഷൻ ആണ്. ആ ഗെയിമിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം നിങ്ങളുടെ ഫാമിലിക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഗെയിം സെഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഗെയിം സെഷനാണ്. ഈ ഗെയിം സെഷനിൽ ചേച്ചി വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം. വെറും സമ്മാനമല്ല ചേച്ചി, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനമാണ് നമ്മൾ തരാൻ പോകുന്നത്. നമ്മളിതാ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തു, ഗെയിം കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങോട്ട് വലിക്കും, അപ്പോൾ ഇത് താഴത്തെ കപ്പിലോട്ട് വീഴും. പിന്നെ ഇതിങ്ങനെ വലിക്കും, അപ്പോൾ ഇത് 3 ഒന്നിച്ചാ. അതാണ് ഗെയിം. അപ്പോൾ നമ്മളിത് ഇച്ചിരി സ്പീഡിൽ ഇങ്ങോട്ട് വലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിന്നറിനെ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ടൈമർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴാണോ കളിച്ച് തീരുക ആ ടൈം നോക്കുക. ആൻഡ് നെക്സ്റ്റ് ചേച്ചിയുടെ ടേൺ ആണ്. അപ്പോൾ ചേച്ചി ഗെയിം ചെയ്യുമ്പോൾ ഞാൻ ടൈമർ നോക്കും. ആൻഡ് നമ്മളതൊന്ന് കമ്പയർ ചെയ്യും. ആരാണ് ഏറ്റവും വേഗം ഫിനിഷ് ചെയ്തത് അയാൾ ജയിക്കും. സോ ചേച്ചി ജയിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ചേച്ചിക്ക് തരും. ഓക്കെ, അപ്പോൾ ആദ്യം ആര് കളിക്കും? ഞാൻ നോക്കട്ടെ. ഞാൻ ഗെയിം ഫിനിഷ് ചെയ്തു.
എൻ്റെ സമയം എന്ന് പറയുന്നത് 36 സെക്കൻഡ്സ് ആണ്. 36 സെക്കൻഡ്സിലാണ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തത് ചേച്ചിയുടെ ടേൺ ആണ്. അപ്പോൾ ചേച്ചി 5 സെക്കൻഡ്സിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്നെങ്കിലും ആള് വളരെ വേഗം തന്നെ അത് ഫിനിഷ് ചെയ്തു. എന്താ പറയാ ചേച്ചി, അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. ഞാൻ വിചാരിച്ചില്ല. ആണോ? സോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ നല്ല അടിപൊളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങൾ തരുന്നതായിരിക്കും. കൺഗ്രാറ്റ്സ്. അപ്പൊ ഗിഫ്റ്റ് തരാനായിട്ട് നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചാലോ? മോനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ ഗെയിം സെഷൻ ഒക്കെ കഴിഞ്ഞു. ചേച്ചി വിജയകരമായി ടാസ്ക് ഫിനിഷ് ചെയ്തു. അതും ചെറിയ വ്യത്യാസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ടപ്പെന്ന് പറഞ്ഞാണ് ചേച്ചി ഫിനിഷ് ചെയ്തത് വിതിൻ 5 സെക്കൻഡ്സ്. സോ കൺഗ്രാജുലേഷൻസ് ചേച്ചി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചേട്ടാ ഹാപ്പി ആയില്ലേ? മോനെ പരിചയപ്പെട്ടില്ല, പേര് പറ. അജ്മൽ ഖാൻ. അജ്മൽ ഖാൻ. എന്താ ചെയ്യുന്നത് അജ്മൽ ഖാൻ? ഞാൻ ബേസിക്കലി ഇപ്പോൾ MBA ചെയ്യാണ്. അതിനോടൊപ്പം ബിസിനസ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ്സും പിന്നെ ഗവൺമെന്റ് പ്രൈവറ്റ് പ്രൊജക്ട് വെണ്ടർ സപ്ലയർ ആണ്. ഓ ഓക്കെ. അപ്പം പഠിത്തം പ്ലസ് ജോലിയാണല്ലേ? രണ്ടും കൂടി ചെയ്യുന്നു. അമ്മയുടെ ഗെയിം സെഷൻ കണ്ടില്ലായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും 35 സെക്കൻഡും 5 സെക്കൻഡും വളരെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും അത് ചെയ്തു എന്നുള്ളതിൽ ഞാൻ തീർച്ചയായിട്ടും സന്തുഷ്ടവാനാണ്. കാരണം എന്താണെന്നറിയാം, നമ്മളിവിടെ ചേച്ചി ചെയ്യാൻ നേരത്ത് അവൻ അവിടെ നിന്ന് ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വലിക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്താ പറഞ്ഞത്? 10ാം നിലയിൽ നിന്ന് എന്താ താഴോട്ട് ചാടാനൊന്നും അല്ലല്ലോ ഉമ്മ പറഞ്ഞത്, വലിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെയാണോ? ഭയങ്കര മോട്ടിവേഷൻ ആണോ എല്ലാം ചെയ്യാനായിട്ട്? അപ്പോൾ എന്തായാലും സോ കമ്മിങ് ബാക്ക്, നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ബ്ലൂ കാസിലിൽ ഒരു ലഞ്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹാപ്പി ആയില്ലേ? പിന്നെ തീർച്ചയായും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ഒരു അടിപൊളി ഒരു ലഞ്ച് കഴിച്ചിട്ട് വരാം. ഇൻ ബിറ്റ്വീൻ കുറച്ചധികം ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് തരട്ടെ? മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. തൈരും ചോറും പിന്നെ എരുമാങ്ങയും കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സ് ഉരുളക്കേരിമാങ്ങ. വേദനകൾ മറക്കാം, നന്നായി നടക്കാം, ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബി നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. പിന്നെ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ലഞ്ച് കഴിക്കാനായിട്ട് ബ്ലൂ കാസിൽ നമ്മൾ ലഞ്ചിന് പോവുകയാണ്. സോ ഞങ്ങൾ 3 പേരും കൂടെ, 3 അല്ല ഞാനും കൂടെ കുട്ടി 4, നമ്മൾ 4 പേരും കൂടെ ലഞ്ചിന് പോവുകയാണ്. പോവാം. ചെറിയൊരു സർപ്രൈസ് കൂടിയുണ്ട്. ഇന്ന് ഷെബിത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ ചേട്ടൻ അറേഞ്ച് ചെയ്ത സർപ്രൈസ് ബർത്ത്ഡേ കേക്കാണിത്. നമുക്കിത് ചേച്ചിക്ക് കൊണ്ട് കൊടുത്ത് ഞെട്ടിക്കാം. എക്സ്ക്ലൂസീവ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വേണോ? അതിൻ്റെ കൂടെ പാർട്ട്ണർക്കിട്ട് പണി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഒരുക്കുന്നതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്മുടെ മെയിൽ ID-യിലേക്ക് വേഗം നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് മെയിൽ അയച്ചോളൂ. മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ.